ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ 9ാം ക്ലാസ് എന്ന് പറയുന്നത് പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുക, പുതിയ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായിരിക്കും, അതിലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, പുതിയ ചാപ്റ്റേഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ മെത്തേഡുകൾ മാറിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ സോഷ്യൽ സയൻസിൽ ജിയോഗ്രഫിയുടെ ഭാഗത്ത് തന്നെ നമുക്ക് നോക്കാം. ജിയോഗ്രഫിയുടെ ഭാഗത്ത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നിങ്ങളിലേക്ക് എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ പല സ്കൂളുകളിലും അത് വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ നമുക്ക് കാണാം. വളരെ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ 10th കഴിഞ്ഞ വർഷം വരെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ 9th ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ കുറിച്ചാണെങ്കിലും പ്ലാറ്റ്യൂസിനെ കുറിച്ചാണെങ്കിലും പെനിൻസുലാസ് പ്ലാറ്റ്യൂവിനെ കുറിച്ചാണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച്, ഇവയെല്ലാം തന്നെ 4 ചാപ്റ്ററുകളിലായിട്ട് ഏകദേശം നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ടോപ്പിക്കുകളാണ് ഇപ്പോൾ 9th ടെക്സ്റ്റ് ബുക്കിലേക്ക് മാറിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ പാറ്റേൺ പോലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് ഇത്രയും കാലങ്ങളായിട്ട് കണ്ടിരുന്നത് ഏകദേശം ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മൾ ചിത്രകഥ വായിക്കുന്നത് പോലെ നമ്മൾ വായിക്കുന്ന ഒരുപാട് പിക്ചേഴ്സുകൾ ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു CBSE NCERT സിലബസ് പോലെയുള്ള കുറച്ചധികം കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളിൽ ഒന്നും കൂടെ നന്നാവണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെന്നാണ് ഞാനിത് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള +1 +2 കയറുന്ന സമയത്ത് നമ്മുടെ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്ന മക്കളാണ്, അതിൽ ജിയോഗ്രഫി ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്കെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ഈ 9th ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്ന 10th ടെക്സ്റ്റ് ബുക്കും എന്തായിരിക്കും, ഒരുപാട് ചേഞ്ചുകളോട് കൂടെ തന്നെ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയ സിലബസ് ആലോചിക്കുന്ന സമയത്ത് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് അതിൽ പുതിയ പാറ്റേണിലും കൂടെ വരുന്ന സമയത്ത് നമ്മൾ പേടിക്കും, ഇത് എങ്ങനെ നമ്മൾ പഠിച്ചെടുക്കും. കാരണം പുതിയ പാറ്റേൺ മാറും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതോ അതിലെ കോണ്ടെസ്റ്റുകൾ മാറുന്നതോ അല്ല നമ്മുടെ പ്രശ്നം, അതിൻ്റെ പാറ്റേൺ പോലും മാറ്റമുണ്ട്. ഈ പാറ്റേൺ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എഫക്റ്റ് ചെയ്യുമോ? എഫക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ അതിൽ വറീഡ് കൃത്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിഞ്ച ബാച്ചിലേക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്തോളൂ. നമ്മൾ അവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സും എങ്ങനെ പഠിക്കണം, അതിൽ ഏതെല്ലാം പോയിന്റുകളാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ എങ്ങനെ എളുപ്പത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് ആക്കിയിട്ട് മാറ്റും, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടെ പറയുന്നതാണ്. സോ മക്കൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനിയും കാത്തു നിൽക്കുന്നുവെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വരട്ടെ, ക്ലാസ്സുകൾ തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കാത്തു നിൽക്കുന്നുവെങ്കിൽ ഒരിക്കലും കാത്തു നിൽക്കരുത്. കാരണം നിഞ്ച ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇങ്ങോട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യും. നമുക്ക് നിഞ്ച ബാച്ചിൽ കാണാം പുതിയ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ അടിപൊളിയായിട്ട്, പുതിയ സിലബസിനെ അടിപൊളിയായിട്ട് എല്ലാം തന്നെ നമ്മൾ നൈസാക്കിയിട്ട് പഠിക്കും.